ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു ബൈഅത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്വഹാബി വനിതകൾ കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും വ്യഭിചരിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും സത്യം ചെയ്യുക, അതാണ് നിങ്ങളുടെ ഇന്നത്തെ ബൈഅത്ത് എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദ് എന്ന സ്വഹാബി വനിത കരഞ്ഞു. എന്തേന്ന് ചോദിച്ചപ്പോൾ ഹിന്ദ് പറഞ്ഞു, ഞാൻ വ്യഭിചരിക്കുകയോ റസൂലേ? അള്ളാഹുവിനെ ഭയമില്ലാത്ത ധിക്കാരിയായവർക്കല്ലാതെ മറ്റാർക്ക് വ്യഭിചരിക്കാൻ മനസ്സ് വരും പ്രവാചകരെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹിന്ദേ, ഒരു കാലം കടന്നു വരാനുണ്ട്, അന്ന് അള്ളാഹുവിനെ ഭയമുള്ള മുക്മിനത്തായവരുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട് ഹിന്ദേ, അവർ അള്ളാഹു നിർബന്ധമാക്കിയ എല്ലാ അമലുകളും അവർ ചെയ്യും. അവർ നമസ്കരിക്കും, അവർ നോമ്പനുഷ്ഠിക്കും, അവർ സകാത്ത് കൊടുത്തു വിട്ടും, അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. പക്ഷേ അവരുടെ വസ്ത്രധാരണങ്ങൾ കൊണ്ട്, വേഷവിധാനങ്ങൾ കൊണ്ട്, സംസാരം കൊണ്ട്, നോട്ടം കൊണ്ട്, അവരുടെ പല പ്രവൃത്തികളും കൊണ്ട് അവർ വ്യഭിചാരത്തെ മാടി വിളിക്കുന്നവരാണ് ഹിന്ദേ. അവർ അവരുടെ ഇണയെ വഞ്ചിക്കുന്നവരാണ്. അത് കേട്ടപ്പോൾ ആ നീചകാലത്തെയോർത്ത്, ആ നീച വിഭാഗത്തെയോർത്ത് ഹിന്ദെന്ന സ്വഹാബി വനിത സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, വ്യക്തിബന്ധങ്ങളിലെ വഞ്ചനകളിലെ ഏറ്റവും വലിയ വഞ്ചന സ്വന്തം ഇണയെ വഞ്ചിക്കലാണ്. അത് സ്വന്തം ഭാര്യയെ വഞ്ചിക്കലാണ്. അത് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കലാണ്. അതിനേക്കാളും വലിയ മറ്റൊരു വഞ്ചന വേറെയില്ല. വ്യഭിചാരത്തിന് പരലോക ശിക്ഷ കൂടാതെ അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ 2 ശിക്ഷകൾ നൽകുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, അവരുടെയോ അവർക്ക് നഷ്ടപ്പെട്ടാൽ സങ്കടം തോന്നുന്ന അവരുടെ പ്രിയപ്പെട്ടവരുടെയോ ആയുസ് അള്ളാഹു വെട്ടിച്ചുരുക്കും. മറ്റൊന്ന്, അള്ളാഹു അവർക്കൊരു രോഗം നൽകും. ആ രോഗത്തിന് 2 പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, മുൻ തലമുറകളിൽ കാണപ്പെടാത്ത ഒരു രോഗമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് പുതിയൊരു നാമമായിരിക്കും. മറ്റൊരു പ്രത്യേകത, അതിനവർക്ക് ശിഫ കണ്ടെത്താനാകില്ല എന്നതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു മനുഷ്യരോട് പറയുന്നത് നിങ്ങൾ വ്യഭിചരിക്കരുതേ എന്നല്ല, മറിച്ച് നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും അരുതി എന്നാണ്. കാരണം ആ നീചവൃത്തിയിലകപ്പെട്ടാൽ തിരിച്ചു വരാൻ വലിയ പ്രയാസമാണ്. വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷത വസഅ സബീല.